സംസ്ഥാനത്ത് തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളത്തിൽ വർധനവ് വരുത്തുവാൻ തീരുമാനമായി. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന PLC യോഗത്തിലാണ് തീരുമാനമായത്. ഇതനുസരിച്ച് ഏപ്രിൽ 1 മുതൽ അടിസ്ഥാന ശമ്പളത്തിൽ 43 രൂപയും ഇൻസെന്റീവ് 5 രൂപയും ഉൾപ്പെടെ 48 രൂപയുടെ വർധനവാണ് തൊഴിലാളികൾക്ക് ലഭിക്കുക. സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്ലാന്റേഷൻ ഉടമകളും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് ശമ്പളം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഏപ്രിൽ 1 മുതൽ ശമ്പള വർധനവ് നിലവിൽ വരും. ഇതനുസരിച്ച് 43 രൂപ അടിസ്ഥാന ശമ്പളത്തിൽ വർധനവും 5 രൂപ ഇൻസെന്റീവും ഉൾപ്പെടെ 48 രൂപയുടെ വർധനവാണ് തൊഴിലാളികൾക്ക് ലഭിക്കുക. സംസ്ഥാനത്തെ ഏലം, തേയില, കാപ്പി, റബ്ബർ അടക്കമുള്ള തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന 2 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ഗുണകരമായ ശമ്പള വർധനവിനാണ് ഇന്ന് ധാരണയായതെന്ന് മലനാട് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി KS മോഹനൻ, പ്രസിഡന്റ് TS ബിസി എന്നിവർ പറഞ്ഞു. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്നാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. തൊഴിലുടമ പ്രതിനിധികളും തൊഴിലാളി പ്രതിനിധികളും സംയുക്തമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് ദിവസക്കൂലിയിൽ 48 രൂപയുടെ വർധനവുണ്ടാകും. ശമ്പളത്തിൽ 43 രൂപയും അതിനു പുറമെ ഇൻസെൻറ്റീവായി 5 രൂപയും ചേർത്ത് 48 രൂപയാണ് ദിവസക്കൂലി വർധന ഉണ്ടാകുന്നത്. തേയില, ഏലം, റബ്ബർ, കാപ്പി തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഏതാണ്ട് കേരളത്തിൽ 2 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾക്കാണ് ഈ ശമ്പള വർധനവിൻ്റെ പ്രയോജനം ലഭിക്കുക. നിലവിൽ 529.76 രൂപയാണ് തോട്ടം തൊഴിലാളികളുടെ ദിവസക്കൂലി. അഡ്വാൻസായി തൊഴിലാളികൾക്ക് 1000 രൂപ ലഭിക്കും. ഇതിൽ 500 രൂപ തിരികെ പിടിക്കും. ന്യൂസ് ബ്യൂറോ, അണക്കര.